നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഒപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഞാനുള്ളതെന്ന് കൂടി നിങ്ങളെ അറിയിക്കട്ടെ. എന്താണ് ആ സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിരുന്നത് റീ അപ്ലോഡഡ് എന്നൊരു ടൈറ്റിലോട് കൂടിയാണ്. നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത, ടെലികാസ്റ്റ് ചെയ്ത വീഡിയോസ് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നത്. അതിന് കാരണം പുതിയ വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നൊരവസ്ഥയിലായിരുന്നില്ല ഞാൻ. ഒരു ചെറിയ എന്നാൽ വലിയ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ഡിസംബർ മാസം 31 ജിമ്മിൽ വെച്ച് ഒന്ന് കുഴഞ്ഞു വീണുകയുണ്ടായി. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഹാർട്ട് അറ്റാക്കാണെന്ന് തിരിച്ചറിഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ബ്ലോക്ക് കണ്ടെത്തി. അതിനൊരു ഓപ്പൺ ബൈപ്പാസ് ഹാർട്ട് സർജറി വേണ്ടി വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതിനുശേഷം ഒരു 3 മാസത്തെ വിശ്രമം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വിശ്രമം കഴിഞ്ഞ് വീണ്ടും നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി എത്തണമെന്നുള്ള ആഗ്രഹത്തിൽ ദൈവം സാക്ഷാത്കരിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ വീണ്ടും നമ്മുടെ ചാനലുമായി നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നു. നമ്മുടെ ഈ ചാനലിൻ്റെ പർപ്പസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് സാധാരണക്കാരെ അവരാഗ്രഹിക്കുന്ന തരത്തിൽ സമ്പത്തിൻ്റെ ലോകത്തെത്തിക്കാനുള്ള ഒരു കിടിലൻ ടിപ്പുകളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് എന്ന് ഞാൻ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അതൊരു നിയോഗമായിക്കൊണ്ട് അതിന് അവസരം ലഭിച്ചതിന് ജഗദീശനോട് നന്ദി പറയുകയാണ്. ഒപ്പം എല്ലാവരുടെയും പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന്, പ്രാർത്ഥനയ്ക്ക്, എത്രയോ അമ്പലങ്ങളിൽ പള്ളികളിലൊക്കെ നടത്തിയ വഴിപാടുകൾക്ക് എല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, പുത്തൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുകയാണ്. നമ്മുടെ ചാനൽ ഇവിടെ ഉണ്ടാവും, നിങ്ങളോടൊപ്പം ഉണ്ടാവും. ജീവിതത്തിൻ്റെ 2ാം ഘട്ടമാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട്. ഒരു വലിയ നിർണായക ഘട്ടത്തിലൂടെയാണ് ജീവിതം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കടന്നു പോകുന്നത്. സമ്പത്തിൻ്റെ ലോകത്ത് നിങ്ങളോട് ഇതുവരെ പറയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരാനുള്ള ഒരു നിയോഗം പോലെയാണ് ഞാൻ ആ അവസരത്തെ കാണുന്നത്. കാരണം ഈ റെസ്റ്റ് ഉണ്ടായിരുന്ന 3 മാസത്തെ വളരെ നന്നായിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ആദ്യത്തെ മാസങ്ങളിലൊന്നും അതിന് സാധിച്ചില്ല. എന്നാൽ 2ാമത്തെ 3ാമത്തെ മാസമൊക്കെ നല്ലവണ്ണം വായിക്കാനും നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുമൊക്കെയുള്ള, കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു തിരക്കേറിയ ജീവിതത്തിൽ വിശ്രമം എന്നൊരു സാധനം ഇല്ലായിരുന്നു. ഞാൻ തിരിച്ചറിയുന്നു അതൊക്കെ. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും നല്ലവണ്ണം വിശ്രമിക്കണം, നല്ലവണ്ണം ഉറങ്ങണം എന്നൊക്കെ പറയുമ്പോഴൊക്കെ എൻ്റെ ജോലിയുടെ സ്വഭാവം കൊണ്ടായിരിക്കാം. കാരണം എൻ്റെ പേഴ്സണൽ മെൻറ്ററിങ് എന്നൊരു മേഖല, അല്ലെങ്കിൽ കമ്പനികൾ കോർപ്പറേറ്റ് മെൻറ്ററിങ് എന്നൊരു മേഖലയിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയമാണ്. അപ്പോൾ ആ രാജ്യങ്ങളുടെ സമയം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്രമിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ വിശ്രമത്തിൻ്റെയൊക്കെ അഭാവമൊക്കെ ആയിരിക്കാം നമുക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല എങ്കിൽ പോലും. സത്യം പറയട്ടെ, എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല കേട്ടോ. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഇതൊക്കെ ആയിരിക്കും അതിനൊരു കാരണമായിട്ട് വരിക. അപ്പോൾ ഇതൊക്കെ പാഠങ്ങളാണ്. ലേൺ ഇൻ്റലിജൻ്റ്ലി ഫ്രം എക്സ്പീരിയൻസ്. ലൈഫ് എന്നാൽ അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. LIFE, ലേൺ ഇൻ്റലിജൻ്റ്ലി ഫ്രം എക്സ്പീരിയൻസ്. അനുഭവങ്ങളിൽ നിന്ന് ബുദ്ധിപൂർവ്വം പഠിക്കുക. അങ്ങനെ പഠിച്ച പാഠങ്ങളുമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായി പൂർവാധികം ശക്തിയോടെ, പൂർവാധികം കരുത്തോടെ നമ്മുടെ ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതിൽ ഞാൻ ഏറ്റവും അധികം മനസ്സിലാക്കിയ ഒരു സാധനത്തിൻ്റെ പ്രാധാന്യം ഇൻഷുറൻസാണ്. നമ്മളെ ഈ ഒരു പ്രതിസന്ധിയിൽ വളരെയധികം സഹായിച്ച ഒരു സാധനം, അല്ലെങ്കിൽ വളരെയധികം സഹായിക്കുന്ന ഒരു സാധനം ഇൻഷുറൻസാണ്. അപ്പോൾ ഇതുമൊക്കെ സമ്പത്തിൻ്റെ ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ പാഠങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡ് ഈ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതെടുക്കേണ്ട സ്ട്രാറ്റജിയെക്കുറിച്ചൊക്കെ ആയിരിക്കും അടുത്ത നമ്മളുടെ എപ്പിസോഡ്. അതിനുശേഷം വീണ്ടും നമ്മൾ സമ്പത്തിൻ്റെ ലോകത്തെ കാണാപ്പുറങ്ങളും കാണാക്കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് തുടരാം. അതോടൊപ്പം ഒരു സന്തോഷം കൂടി പങ്കിടട്ടെ. കാരണം ഈ വിശ്രമ സമയത്ത് ടെലിവിഷനൊരു ആശ്വാസമായിരുന്നു. എന്നാൽ വാർത്താ ചാനലുകൾ വളരെയധികം സങ്കടങ്ങൾ തന്നു. കാരണം അതിലൊന്ന്, ഈ ലഹരി എന്ന് പറയുന്നൊരു സാധനം, അത് വരുത്തിയ വിനകൾ, കുട്ടികൾ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ, അവർ ചെയ്ത കൊലപാതകം, ഇതൊക്കെയാണ് ഈ സമയത്ത് എനിക്ക് വാർത്താ ചാനലുകൾ കാണാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കൂലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്ത എപ്പോഴും പോകുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സമ്പത്തിൻ്റെ ലോകമാണ് ചർച്ചയെങ്കിൽ പോലും നമ്മുടെ ചാനലിൽ നമ്മൾ
പേരൻറ്റിങ്ങിന്. കാരണം കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഒറ്റയടിക്ക്. ഞാനെപ്പോഴും പറയുന്ന കുട്ടികൾ മാവ് പോലെയാണ്. അച്ചിൻ്റെ ഷേപ്പിലാണ് ഈ മാവ് അതിൻ്റെ റിസൾട്ട് കാണിക്കുക. ഇപ്പോൾ അത് അച്ചപ്പം വേണമെങ്കിൽ അച്ചപ്പത്തിൻ്റെ ഷേപ്പിലൂടെ പോയാൽ മാവ് അച്ചപ്പമാവും. നുറുക്കാണെങ്കിൽ നുറുക്കിൻ്റെ അച്ചിലൂടെ പോയാൽ അത് നുറുക്കായി മാറും. അതേപോലെ തന്നെയാണ് മാതാപിതാക്കളാണ് ഈ അച്ച്, കുട്ടികൾ മാവാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ അച്ചൊന്ന് ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം കൂടി ഈ ബുധനാഴ്ചകളിലാണ് നമ്മൾ ഈ സമ്പത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. മറ്റൊരു ദിവസം സ്ഥിരമായിട്ട് നല്ല ഒരു അച്ചായി മാറാൻ ഓരോ മാതാപിതാക്കളെയും പ്രാപ്തമാക്കുന്ന പേരൻറ്റിങ്ങിലെ ഈ ടീനേജിനെയും ചെറുപ്പത്തിലെയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ പോയിൻറ്റുകളുമായിട്ട് നമ്മൾ ഒരു സെഗ്മെൻറ്റ് കൂടി നമ്മുടെ ചാനലിൽ ആരംഭിക്കുന്നുണ്ടാവും. അഡ്വേഴ്സിറ്റി ഈസ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുക. ഇങ്ങനൊരു പ്രതികൂലാവസ്ഥ വന്നപ്പോൾ അതൊരു പക്ഷേ ഒരുപാട് മാതാപിതാക്കൾക്ക് വിളക്കാവാൻ കൂടി എനിക്കുണ്ടായ അവസ്ഥ ചിലപ്പോൾ കാരണമാവാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിവേ, ഒരുപാട് നന്ദി വീണ്ടും പറയുകയാണ്. ഒരുപാട് സ്നേഹത്തിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. പുത്തൻ ആശയങ്ങളുമായി നമുക്ക് മെൻ്റർ പ്രേംലാലിലൂടെ വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങളൊന്ന് സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കണം മാക്സിമം കൂട്ടുകാരിലേക്ക്. കാരണം ഇനി അങ്ങോട്ടൊരു ഫ്രഷ്നെസ് ഉണ്ടാവും ഈ ചാനലിന്. അതുകൊണ്ട് തന്നെ ഫ്രഷായിട്ട് തന്നെ നിങ്ങൾ ഒരു 10 കൂട്ടുകാരിലേക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.